കൃപാസന ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സുജ തോമസ്. ഞാനിപ്പോൾ പാലായിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 21 വർഷമായി കുവൈറ്റിൽ കുടുംബസമേതമായി താമസിക്കുന്നു. ഞാൻ 2019 ജൂലൈയിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അമ്മയുടെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു പുതിയ ഭവനം ലഭിക്കുക എന്നുള്ളത്. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ലീവിന് ഞങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പ് അമ്മ തന്നെ മുൻപേ പോയി ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം സെലക്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ 2019 ജൂൺ 23 ഞങ്ങൾ നാട്ടിലെത്തുകയും ജൂലൈ 16 തീയതി ഞങ്ങൾ പുതിയ ഭവനത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഉടമ്പടി സ്വന്തമായി എടുക്കുകയും ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഹൗസിംഗ് ലോൺ ലഭിക്കുക എന്നുള്ളത്. അതനുസരിച്ച് യാതൊരു തടസ്സങ്ങളും കൂടാതെ ഞങ്ങൾക്ക് ഹൗസിംഗ് ലോൺ സാങ്ഷൻ ആകുകയും ഞങ്ങൾ കുവൈറ്റിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ രജിസ്ട്രേഷൻ നടത്തുകയും ലോൺ സാങ്ഷൻ ആക്കുകയും ചെയ്തു. രജിസ്ട്രേഷന് മുമ്പ് തന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം ആരംഭിച്ചിരുന്നു. അതിനുശേഷം 2022 ജൂൺ മാസം ഞങ്ങൾ നാട്ടിലേക്ക് വന്നിരുന്നു. ആ സമയം ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. അതിലെ എൻ്റെ പ്രധാന ഒരു നിയോഗമായിരുന്നു എൻ്റെ മക്കൾക്ക് +2 നന്നായി പഠിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കണമെന്ന്. എനിക്ക് 2 ഇരട്ട പെൺകുട്ടികളാണ്. അവർ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് +2 പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പ്രധാന നിയോഗം അത് മാത്രമായിരുന്നു. ഓരോ പ്രാവശ്യവും സ്കൂളിലേക്ക് പേരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ വളരെയധികം ടെൻഷനോടുകൂടിയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചതിന് ശേഷം ഞാൻ അവർക്ക് എന്നും ഉടമ്പടി വിശുദ്ധ വസ്തുക്കൾ കൊണ്ട് തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും എക്സാമിന് മുമ്പ് ഉടമ്പടി തേൻ ഒഴിച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പളിനെ കാണാൻ പോകുമ്പോൾ സിസ്റ്റർ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറയുമായിരുന്നു, നിങ്ങളായിട്ട് മക്കൾക്ക് ടെൻഷൻ കൊടുക്കണ്ട, അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവരുടെ ബോർഡ് എക്സാമിന് മുമ്പ് ഫെബ്രുവരി മാസം ഞാൻ ഇവിടെ വന്ന് പ്രത്യേക അവരുടെ ബോർഡ് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റണേ എന്നുള്ള നിയോഗത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിരുന്നു. അതനുസരിച്ച് അവർക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി. എല്ലാ ബോർഡ് എക്സാമിന് മുമ്പും അതിരാവിലെ തന്നെ ഞങ്ങൾക്ക് അവരുടെ ബോർഡ് എക്സാം സെൻറ്ററിൻ്റെ അടുത്തുള്ള വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുകയും അവർ ഉടമ്പടി വസ്തുവായ ഉപ്പ് സ്വല്പം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. അവർ എക്സാമിന് മുമ്പ് ആ പേപ്പറിൽ അവർ പറയുമായിരുന്നു, അവർ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഈ എക്സാമിൻ്റെ ആൻസർ പേപ്പറുകൾ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് 2 പേർക്കും 80% കൂടുതൽ മാർക്ക് ലഭിക്കാൻ അനുഗ്രഹം നൽകി പരിശുദ്ധ അമ്മ സഹായിച്ചു. അതുപോലെ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ 2 പേരും 2 വ്യത്യസ്ത കോഴ്സുകളെ പഠിക്കുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇരട്ട പെൺകുട്ടികളായതുകൊണ്ട് അവർ ഒരേ കോഴ്സ് ചെയ്യണമെന്നുള്ളത്. ഞാൻ അതിനെ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയമായപ്പോൾ അവർ വിതിൻ 10 മിനിറ്റ്സ് അവർ ഡിസൈഡ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ 2 പേരും ഒരേ കോഴ്സ് ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെ ഫോർമാലിറ്റീസ് അവർക്ക് ഇറ്റലിയിൽ അഡ്മിഷൻ ലഭിച്ചു. പക്ഷേ അഡ്മിഷൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെയധികം ഡിലേ സംഭവിച്ചു. അതായത് 2 ആഴ്ചയോളം അവരത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. കാരണം 2 കുട്ടികളെ ഒരേപോലെ പഠിപ്പിക്കാൻ വളരെയധികം സാമ്പത്തികം ആവശ്യമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി അവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ ഇപ്പോൾ കുവൈറ്റിൽ ഞങ്ങൾക്ക് കൃപാസനത്തിലെ അഖണ്ഡ ജപമാല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 4ാമത്തെ ആഴ്ചയിൽ സെപ്റ്റംബർ 28 തീയതി ഈ ഒരു ഒറ്റ നിയോഗത്തിന് വേണ്ടി ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടി അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് കോൺസുലർ എന്നെ നേരിട്ട് വിളിക്കുകയും ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ചു. അവരെന്നെ വളരെ സ്നേഹപൂർവ്വം, അവരുടെ പേര് മരിയ എന്നാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവാണ് ഈ വിസ തരുന്നതെങ്കിൽ അതിനെനിക്കൊരു അടയാളം തരണമേ എന്ന്. അതുപോലെ മരിയ എന്ന പേരുള്ള ആ കോൺസുലർ അവർ എന്നെ വിളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്നെ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നോട് എല്ലാ വിവരങ്ങളും ചോദിച്ച് എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ മക്കളുടെ സ്റ്റുഡൻറ്റ് വിസയും എൻ്റെ വിസിറ്റ് വിസയും അപ്പോൾ തന്നെ അടിച്ചു തന്നു. ആദ്യം എന്നോട് പറഞ്ഞു 2-3 ദിവസം ആകും ഈ വിസ കിട്ടാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഓഫീസിൽ തിരിച്ചെത്തി. ഏതാനും അരമണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പേ കോൺസുലർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിസ റെഡിയാണ്, നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം. അതനുസരിച്ച് ഞങ്ങൾ
നെക്സ്റ്റ് ഡേയിൽ കുവൈറ്റിൽ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു, എനിക്ക് വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച കുവൈറ്റിൽ നിന്ന് ഇവിടെ എത്തുകയും സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ്റെ ലൈവ് ശുശ്രൂഷ നടക്കുന്നതുകൊണ്ട് അന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പാലായിലേക്ക് തിരിച്ചു പോയി. ഇന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്കാണെങ്കിലും വളരെ വലിയ വിശ്വാസമാണ്. അവർ വചനം എഴുതി പ്രാർത്ഥിച്ചു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന വചനം 1700 പ്രാവശ്യത്തോളം അവരെഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വിസ ഞങ്ങൾക്ക് അടിച്ചു കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം, മക്കളുടെ വിശ്വാസവും ജീവിത പങ്കാളിയുടെയും വിശ്വാസം വർദ്ധിക്കുവാൻ ഈ വിസ താമസിച്ചതുകൊണ്ട് അത് അവരുടെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഞാൻ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു.